ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു സിവിലിയൻസ്. ISRO ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ISRO സയന്റിസ്റ്റ് പോസ്റ്റ്പോണ്ട് ചെയ്ത എക്സാമിന്റെ, അതായത് റിട്ടേൺ എക്സാമിന്റെ റിവൈസ്ഡ് ഡേറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ്, ഏതാണ് ഡേറ്റ് എന്നും എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നും നമുക്കൊന്ന് നോക്കാം. ICRB 03 കാറ്റഗറിയിലാണ് നമ്മുടെ സിവിലും ഇലക്ട്രിക്കലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ റിവൈസ്ഡ് എക്സാം ഡേറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. റിവൈസ്ഡ് എക്സാം ഡേറ്റ് 26 ഒക്ടോബർ 2025 ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. അപ്പം അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഒരുപാട് കമന്റ് സെക്ഷനിലൊക്കെ വന്ന ഒരു കൺസേൺ എന്തായിരുന്നു, നമുക്ക് ഈ എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ കാണുമോ എന്നുള്ള ഒരു കാര്യം. അപ്പം അത് ഈ നോട്ടിഫിക്കേഷൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലിയർലി നമുക്ക് അതിനൊരു ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. അതായത് 12th സെപ്റ്റംബർ 2025 ടു 16th സെപ്റ്റംബർ 2025 വരെയാണ് നമുക്ക് ടൈം പീരീഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം ഓപ്പൺ ആണ് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16th സെപ്റ്റംബർ 2025 ആണ്. അപ്പൊ ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് ടൈം നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത എക്സാമിനേഷൻ സെന്റർ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വരാൻ പോകുന്നത്. അപ്പൊ ആ കാര്യം ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. 12th സെപ്റ്റംബർ 2025 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 16th സെപ്റ്റംബർ 2025. കൺഫ്യൂഷൻ വരരുത്. എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 26th ഒക്ടോബർ 2025 ആണ്. പിന്നെ എങ്ങനെയാണ് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കി പോവാം. ഓക്കെ, നമുക്ക് സിവിലും ഇലക്ട്രിക്കലിന്റെയാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചേഞ്ച് റിട്ടേൺ ടെസ്റ്റ് സെന്റർ. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നമ്മുടെ പോസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, തന്നിരിക്കുന്ന ക്യാപ്ഷൻ കോഡും കൊടുത്തിട്ട് നമ്മൾ ഷോ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ സ്ക്രീൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മോർ ദാൻ 1 മന്ത് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ വളരെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സാധ്യത തന്നെയാണ് അല്ലേ അത്. അപ്പം മാക്സിമം റിവൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടൈം യൂസ് ചെയ്യുക. നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം ഓൾറെഡി ഫിനിഷ്ഡ് ആയിരിക്കും. അപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തൊന്നിന് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ടൈം സ്കെഡ്യൂൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും മാക്സിമം റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ടൈം നമ്മുടെ കയ്യിൽ ഒരുപാട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടല്ലേ. ഒരു 1 മന്തിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.